അല്ലയോ ഗോമാതാവേ, ദുഷ്ടനായ കലി ഭവതിയെ വധിക്കാൻ പുറപ്പെട്ടതെന്തിനാണ്? പശു പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് ആരാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ ഭൂമിദേവിയാണ്. എൻ്റെ ദുഃഖങ്ങളും ക്ലേശങ്ങളുമെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ തീർത്തു തന്നു. ദുഷ്ടനിഗ്രഹം ചെയ്തു എൻ്റെ ഭാരവും അദ്ദേഹം നശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം കലി എന്നെ ആക്രമിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അവൻ്റെ യുഗമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദമുദ്രകൾ പതിഞ്ഞു പുളകമണിഞ്ഞ എൻ്റെ ഈ ശരീരം കലി പ്രേരിതരായ ദുഷ്ടന്മാർ നിർദ്ദയം മർദ്ദിക്കുകയും കീറിമുറിക്കുകയും എൻ്റെ മുൻപിൽ വച്ചു അധർമ്മങ്ങളും അക്രമങ്ങളും സദാ പ്രവർത്തിക്കുകയും ചെയ്യുമല്ലോ എന്നോർത്തു ഞാൻ സങ്കടപ്പെടുകയാണ്. ധർമ്മരക്ഷകനായി അവതരിച്ച ഭഗവാൻ ശ്രീ വാസുദേവൻ ലോകത്തിൽ നിന്നും മറഞ്ഞു. ഇനി എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? പരീക്ഷിത്ത് ദേവിയോട് ഇപ്രകാരം പറഞ്ഞു. ദേവി, കേൾക്കൂ. എൻ്റെ വന്ധ്യപിതൃമാതുലനായ ശ്രീകൃഷ്ണ പരമാത്മാവും വന്ധ്യപിതാമഹന്മാരായ പാണ്ഡവന്മാരും കൂടി വെട്ടിത്തുറന്ന ധർമ്മപാതയിൽ കൂടി ഒട്ടും വ്യത്യാസമില്ലാതെ ഞാൻ രാജ്യം ഭരിച്ചു. ദേവിയുടെ ദുഃഖം ശമിപ്പിക്കും. ഭഗവാന്റെ വേണുനാദത്തിൽ അടങ്ങിയ ധർമ്മോപദേശം ഞാൻ പ്രചരിപ്പിക്കും. ഉടനെ ഗോരൂപധാരിണിയായിരുന്ന ഭൂമിദേവി പരീക്ഷിത്തിനെ അനുഗ്രഹിച്ചു അപ്രത്യക്ഷമായി. ഇപ്രകാരം അത്യന്തം ശ്രേഷ്ഠമായ വിധം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തു ഒരു ദിവസം ദുഷ്ടമൃഗങ്ങളുടെ ശല്യം ഒതുക്കുവാൻ വേണ്ടി പരീക്ഷിത്ത് രാജാവ് നായാട്ടിനായി വനത്തിൽ പ്രവേശിച്ചു. ഏതാണ്ട് മധ്യാഹ്ന സമയം കഴിഞ്ഞു. വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പരവശനായി തീർന്ന പരീക്ഷിത്ത് ആ വനത്തിൽ വല്ല ജലാശയങ്ങളും ഉണ്ടോ എന്നറിയാനായി അങ്ങുമിങ്ങും ചുറ്റി നടന്നു നോക്കി. ഒരു പൊയ്കയും അദ്ദേഹം കണ്ടില്ല. വീണ്ടും കുറേ ദൂരം നടന്നപ്പോൾ ഒരു ആശ്രമവും അതിൽ ഏകാന്ത ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മഹർഷിയെയും കണ്ടു. കുറച്ചു വെള്ളം തരാമോ എന്നു രാജാവ് ചോദിച്ചു. സമാധിയിൽ മുഴുകിയിരിക്കുന്ന ആ മഹർഷി അത് കേട്ടില്ല. ഉടനെ രാജാവിനു തൻ്റെ അപേക്ഷ മുനി കേട്ടില്ല എന്നാണ് തോന്നിയത്. തന്മൂലം പെട്ടെന്നുണ്ടായ കോപത്താൽ അത്യന്തം ക്ഷുഭിതനായി തീർന്ന രാജാവ് അവിടെ സമീപം ചത്തുകിടന്നിരുന്ന ഒരു പാമ്പിൻ്റെ ജഡം തൻ്റെ ചാപാഗ്രം കൊണ്ട് തോണ്ടിയെടുത്തു ആ താപസൻ്റെ കഴുത്തിൽ ഇട്ടു. മഹർഷി അതും അറിഞ്ഞില്ല. രാജാവ് തിരിച്ചു പോവുകയും ചെയ്തു. അത് ചെയ്യേണ്ടിയിരുന്നില്ലായിരുന്നു എന്ന് വഴിമധ്യേ അദ്ദേഹത്തിന് തോന്നി. ആകെ അസ്വസ്ഥമായ മനസ്സോടുകൂടിയാണ് പരീക്ഷിത്ത് രാജധാനിയിലെത്തിയത്. വനമധ്യത്തിൽ ധ്യാനത്തിൽ ഇരിക്കുന്ന മഹർഷി അങ്കിരസിൻ്റെ പുത്രനായ ശമീകനായിരുന്നു. ദേവാചാര്യനായ ബൃഹസ്പതിയും അങ്കിരസിൻ്റെ ആത്മജനാണ്. സംഭവ സമയത്ത് ശമീകൻ്റെ പുത്രനായ ശൃംഗി എന്ന മുനികുമാരൻ ദേവലോകത്ത് പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വരുമ്പോൾ കൃശൻ എന്ന താപസബാലനെ കാണുകയുണ്ടായി. അദ്ദേഹം ശൃംഗിയോട് പറഞ്ഞു, നീ ഇല്ലാത്ത അവസരത്തിൽ ഹസ്തിനാപുരം ചക്രവർത്തി നിന്റെ അച്ഛനെ വന്നു കണ്ടു. സമ്മാനമായി കഴുത്തിൽ ഒരു മാലയണിയിച്ചു പോയി നോക്കൂ എന്ന് പരിഹാസരൂപേണ ശൃംഗിയോട് പറഞ്ഞു. മുനികുമാരൻ വേഗത്തിൽ ആശ്രമത്തിലെത്തി. അവിടെ കണ്ട കാഴ്ച ആ മുനികുമാരനെ അത്യന്തം കുപിതനാക്കി തീർത്തു. സാധു സംരക്ഷണം പ്രധാന കർത്തവ്യമായി ചെയ്യേണ്ട രാജാവ് ഈ വിധം അധർമ്മം പ്രവർത്തിച്ചാൽ തക്കതായ ശിക്ഷ അനുഭവിക്കേണ്ടതാണ്. ഈ ദൃശ്യം ചിന്തിച്ചുകൊണ്ട് ആ മുനികുമാരൻ ശപിച്ചു. എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു പാമ്പിൻ്റെ ശവം ഇട്ട ആ പാപിയായ രാജാവിനെ ഇന്നു മുതൽ 7-ാം ദിവസത്തിൽ പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട തക്ഷകൻ എന്ന സർപ്പേന്ദ്രൻ കടിച്ചു കൊല്ലട്ടെ. ഉടനെ മുനികുമാരൻ വളരെ ഭക്തിയോടുകൂടി അച്ഛൻ്റെ കഴുത്തിൽ നിന്നും യാതൊരു മാലിന്യവും ശരീരത്തിൽ ഏൽപ്പിക്കാതെ സാവധാനത്തിൽ പാമ്പിൻ്റെ ജഡം എടുത്തു മാറ്റി. അപ്പോഴും മഹർഷി ധ്യാനനിരതനായിട്ടിരിക്കുകയായിരുന്നു. മകൻ വന്നതും ശപിച്ചതും ഒന്നും അദ്ദേഹം അറിഞ്ഞില്ല. ഉടൻ തന്നെ താപസവര്യൻ സമാധിയിൽ നിന്നുണർന്നു. ഉണ്ടായ എല്ലാ വിവരങ്ങളും മകൻ അച്ഛനെ ധരിപ്പിച്ചു.
ശമീക മഹർഷി ശാന്തസ്വരത്തിൽ വളരെ സങ്കടത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു: മകനെ, നീ സത്യാവസ്ഥ അറിയാതെയാണ് അദ്ദേഹത്തെ ശപിച്ചത്. അത് വളരെ കഷ്ടമായിപ്പോയി. വളരെ ഭക്തനും നീതിനിഷ്ഠനും പരമകാരുണികനും വിഷ്ണുഭക്തനുമായ രാജാവ് മനഃപൂർവ്വം എൻ്റെ കഴുത്തിൽ ഈ സർപ്പശവത്തെ ഇടുകയില്ലെന്നു എനിക്കറിയാം. മഹർഷികളുടെ ക്ഷേമത്തിനു വേണ്ടി എന്തു ത്യാഗവും സഹിക്കുന്ന പുണ്യവാനാണ് അദ്ദേഹം. നായാട്ടിനു പോയി വേട്ടയാടിയ ക്ഷീണം കൊണ്ടും പരവശത കൊണ്ടും എന്തോ ഹൃദയ ദൗർബല്യം മൂലം അദ്ദേഹം അത് ചെയ്തു പോയതായിരിക്കും. നമ്മളെപ്പോലെയുള്ളവർ അത് ക്ഷമിക്കേണ്ടതാണ്. നിർദോഷികളെ ഈ വിധം ശപിച്ചാൽ തപശക്തിക്ക് ഹാനി സംഭവിക്കും. പോരെങ്കിൽ ഭഗവത് ഭക്തനായ അദ്ദേഹത്തെ ശപിച്ചതിനാൽ ഭഗവാന്റെ പ്രസാദവും നമുക്ക് ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള എല്ലാ വൃത്താന്തങ്ങളും മകനോട് ശമീക മഹർഷി അരുളി ചെയ്തു.